ഈ സിനിമയിൽ പ്രണവിനെ വെച്ച് ലീഡ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളായിരുന്നു ഒന്നും നമ്മൾ പുറത്തറിയുന്നില്ല, എന്താണ് സംഭവം ഒന്നും അറിയില്ല. ഈ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു രാഹുലിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മുൻ ദിന്നാഥ് പുത്തഞ്ചേരി. അപ്പം അദ്ദേഹമാണ് യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു വീഡിയോ, ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ റീൽ ഓടുന്ന കണ്ടിട്ട് അതിലൊരു ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് പുള്ളി. എന്നിട്ട് വെച്ച് നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളിയെ നമുക്കൊന്ന് നോക്കിയാലോ, അത് പറ്റുമോ നോക്കുമ്പോഴത്തേക്കും ഡയറക്ടറിന് എന്തോ ആ മൊമെൻറ്റിൽ കണ്ടുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തെ കാണാം, സംസാരിച്ച് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊന്നും ഡയറക്ടറിന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞ പോലെ ഈ ദിന്നാഥ് തുടങ്ങി വെച്ചൊരു റൂട്ടിലൂടെയാണ് ഞാൻ രാഹുലിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, എന്നാലും ഒരു ഫൈനലായിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട്, അല്ല എൻട്രി ആയോ ഇല്ലെന്നൊരു കൺഫർമേഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളിക്ക് എന്നെ വർക്കായി എന്ന് പറഞ്ഞാണ് വിടുന്നത്. ഒരു ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് എന്നെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് എൻട്രി ആകുന്നത്.